ഹലോ ഗായ്സ്, വീണ്ടും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ കണ്ടന്റിനെ കുറിച്ചാണ്. അപ്പം ആദ്യത്തേത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കാണാൻ സാധിക്കും. നൂറ് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്. കാരണം ടോപ്പ് 5ലേക്കെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഫൈനൽ വിൽക്കുന്ന ലാലേട്ടൻ എടുത്തു പറഞ്ഞ അതിൻ്റെ ഡിപ്രഷനിലാണ് നൂറ. അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് അടിച്ച് വോട്ട് മേടിക്കാൻ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി 6 ദിവസം കൂടെ ഉള്ളൂ ബിഗ് ബോസ് തീരാൻ വേണ്ടി. അതുകൊണ്ട് 6 ദിവസം വെച്ച് വോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഇതുവരെ വോട്ടിംഗ് ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ഇവർ രണ്ടുപേരും ഇന്ന് എൻട്രി ചെയ്യും. പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ തിരിച്ചു വരുന്നുകൊണ്ടിരിക്കണം. മസ്താനയുടെ ഫ്ലൈറ്റ് ഒക്കെ മിസ്സായി, ബട്ട് സ്റ്റിൽ അവർ എത്തിച്ചേരുവാണ്. പിന്നെ വോട്ടിംഗ് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെ ഭദ്രമായിട്ട് തോറ്റർ ഇവിടെ താൻ തന്നെ വിജയിയാകുമെന്ന ഉറച്ച നിലപാടിലാണ് അനീഷിൻ്റെ ആർമികൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് അതിശക്തമായിട്ട് തന്നെ അനിമോളാണ് അതിശക്തമായിട്ട് അനീഷിനൊരു വെല്ലുവിളി ഉന്നയിക്കുന്ന രീതിയിൽ തന്നെയുള്ള പെർഫോമൻസാണ് അനിമോളിൽ നിന്നും കാഴ്ചവെക്കുന്നത്. കാരണം രണ്ടുപേരും നമ്മൾ കട്ട ടൈറ്റ് കോമ്പറ്റീഷനാണ് ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും വെക്കുന്നത്. അതുപോലെ തന്നെ അനീഷ് വീണ്ടും അനിമോളെ പ്രപ്പോസ് ചെയ്തെന്നൊക്കെ നമുക്ക് റൂമർ കേൾക്കാം. മൂന്നാം സ്ഥാനത്ത് അതിശക്തമായിട്ട് ഷാനവാസ് തുടരുകയാണ്. ഷാനവാസ് ഒരു PR പോലും ഇല്ല, അതൊരു ഫാൻസ് പേജ് പോലും കാണാതെ ഇത്ര വോട്ടുകളാണ് ഷാനവാസിന് കിട്ടുന്നത്. കുടുംബ പ്രേക്ഷകരുടെ ഒക്കെ വോട്ടുകൾ ഷാനവാസ് ദ റിയൽ ഗെയിമറായിട്ട് തന്നെയാണ് കളിച്ച് നേടും ഒരു ഗെയിമർ കൂടിയാണ് ഷാനവാസിന്. നാലാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ നെവിനാണ്. അപ്രതീക്ഷിതമായിട്ട് നെവിന് ഇത്ര വോട്ടുകൾ കിട്ടുന്നത് നമ്മൾ ഞെട്ടിയിരിക്കുകയാണ്. കാരണം നെവിൻ ഇത്തരം വോട്ടുകൾ എവിടുന്ന് വരുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. പക്ഷേ നെവിൻ കഴിഞ്ഞ വോട്ടിങ്ങിൽ ഏറ്റവും പുറകിലായിരുന്നു. പക്ഷേ നെവിൻ ഈ തവണ വോട്ടിങ്ങിൽ 4ാം സ്ഥാനത്തേക്ക് ഉയർച്ചിട്ടു. 5ാം സ്ഥാനത്താണ് നൂറ. ഈ തവണ നൂറ കൂട്ടുപറയാൻ കാര്യം വോട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട് നൂറ അതിലും. കാരണം അവർ രണ്ടുപേരും നിൽക്കുന്നതുകൊണ്ടാണ്. ലാസ്റ്റ് 4 ഇലക്ഷൻ വോട്ടിന് അവർ ഒരുമിച്ച് വന്നതുകൊണ്ടാണ്. അവർ രണ്ടുപേരും ഉറപ്പായിട്ടും വോട്ട് സ്പ്ലിറ്റ് നല്ല രീതിയിൽ കുറവ് വരുന്നുണ്ട്. അക്ബറിൻ്റെ വോട്ടും കുറവാണ് ഭയങ്കര ആശ്ചര്യപ്പെടുത്തിയത്. കാരണം ഇത്രയും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടും അക്ബറിന് എന്തുകൊണ്ട് വോട്ട് കുറവ് എന്ന് നമുക്കൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അക്ബർ അതിശക്തമായിട്ട് വോട്ടിങ് ഉണ്ട്, പക്ഷെ കുറവാണ്. പിന്നെ ആദില ഏറ്റവും അവസാന സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ആദിലേക്ക് വോട്ട് കുറവാണ്. ഒബ്വിയസ്ലി നൂറയ്ക്ക് അതിലേക്കും കൂടെ വോട്ട് സ്പ്ലിറ്റ് ആകുന്നുണ്ട്. അതുകൊണ്ട് മിഡ് വീക്ക് എവിക്ഷൻ കൺഫേം ആയിട്ടുണ്ട്. മിഡ് വീക്ക് എവിക്ഷന് പുറത്തു പോകാൻ ഏറ്റവും സാധ്യത ഏൽപ്പിക്കുന്ന ഒരു പ്ലെയറാണ് ആദില ഒരു നൂറയാണ്. ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും ചിൽ ആൻഡ് എൻജോയ് വൈബ് മൂഡിലാണ്. ഇന്നിപ്പം ഇവരൊക്കെ പൂക്കി പോസുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ഫോട്ടോകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്. പക്ഷേ രഞ്ജിത്ത് കയറി വരുമ്പോൾ അനീഷുമായിട്ട് ജസ്റ്റ് ഒരു വാർക്ക് തർക്കം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കട്ടപ്പ നമ്മുടെ അനിമോളുടെ ഫ്രണ്ടായിട്ട് ശൈത്യമായിട്ട് ഒരു ചെറിയ വാക്ക് തർക്കം നമുക്ക് ഇന്ന് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ള വളരെ ഹൈലൈറ്റ്സ്. പിന്നെ വോട്ടിംഗ് റിസൾട്ട്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇറങ്ങാൻ താഴെ ഒരു Instagram ID കൊടുത്തിട്ടുണ്ട്. ആ Instagram ID ഫോളോ ചെയ്ത് 8 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ റിസൾട്ടും ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും.